ചികിത്സയ്ക്കുൾപ്പെടെ പണം കണ്ടെത്തുവാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗം ഹിന്ദു മന്നൻ വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കൻ. ഇരട്ടിയാർ വാഴവര SC കോളനി താമസിക്കുന്ന കൊന്നച്ചൂട്ടിൽ കുറുമ്പൻ കുഞ്ഞുമോനാണ് ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലടക്കം വർഷങ്ങളായി കയറിയിറങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമോന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി. ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ ഇരിപ്പായി. ഇതിനുശേഷം നാഡീ സംബന്ധമായ അസുഖവും പിടിപെട്ടു. ഇതോടെ നേരെ ചൊവ്വെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഭാര്യ മാത്രമാണുള്ളത്, മക്കൾ ഇല്ല. ഭാര്യയ്ക്കും വിവിധ രോഗങ്ങളുണ്ട്. ഇതിനാൽ തൻ്റെ തുടർ ചികിത്സയ്ക്കായി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം ലഭിക്കുന്നതിനായി നാളുകളായി ഇദ്ദേഹം വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവഗണന മാത്രമാണ് ഉണ്ടായതെന്നും ഇദ്ദേഹം പറയുന്നു. താലൂക്ക് മുതൽ വില്ലേജ് മുതൽ കളക്ടർ ഓഫീസ് വരെ നമ്മൾ ഇതും കൊണ്ട് വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് നടന്നു കഴിഞ്ഞപ്പം ഈ 2000 രൂപ തന്നു കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷ ഈ മന്ത്രി മുതൽ താഴോട്ടുള്ളത് തരില്ല. അപേക്ഷ വെച്ച് കഴിയുമ്പോൾ അവർ ഓരോന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എഴുത്തും വായന എനിക്കറിയത്തില്ല. എനിക്ക് സ്ഥിരമായിട്ടൊരു സർക്കാരിൽ ഒരു സ്വയം തൊഴിലിനുള്ള പൈസ വന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഭാര്യ കൂലിപ്പണിക്ക് പോയി കൊണ്ടുവരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് നിലവിൽ ഇവർ കഴിയുന്നത്. കുഞ്ഞുമോൻ്റെ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മാസത്തിൽ ഒരു തവണ വെച്ച് ഇവിടെ പോയി വരണം. ഇതിനായുള്ള വണ്ടിക്കൂലിക്ക് പോലുമുള്ള ചെലവ് തൻ്റെ കയ്യിലില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. ഇതുമൂലം കൃത്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും പോകാൻ കഴിയുന്നില്ല. മന്ത്രി, MLA, MP എന്നിവർക്കടക്കം തൻ്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഉടുമ്പൻചോല MLA MM മണിയുടെ മുൻപാകെ തൻ്റെ ദയനീയാവസ്ഥ അറിയിച്ചപ്പോൾ 2000 രൂപ ചികിത്സാ സഹായം ലഭിച്ചു. ഈ തുക ലഭിച്ചതിനാൽ കൂടുതൽ തുക തനിക്ക് നൽകാൻ കഴിയില്ല എന്നാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിലവിൽ നാട്ടുകാരുടെ സഹായവും തേടിയാണ് കട്ടപ്പനയിൽ പോലും ചികിത്സയ്ക്കായി പോകുന്നത്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് തനിക്ക് എന്തെങ്കിലും ഒരു സഹായം കണ്ടെത്തി തരണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.